എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ അതിനകത്ത് നല്ല അടിപൊളി കളക്ഷൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊത്തം കാണിക്കുന്നത് ലാൽജിവാലയുടെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ്. അത് രാജവാടി പ്രിൻറ്റ് 290 കട്ടിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് മൊത്തത്തിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. GST 5% മെറ്റീരിയലുകൾക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ GST ഉൾപ്പെടെ ഏകദേശം 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസസാണ് ഹോൾസെയിൽ റേറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട്. റീറ്റെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 220 രൂപയാണ്. അപ്പം ഒരു പീസായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് കംപ്ലീറ്റ് ഫ്രീ ആണ്. ശ്രദ്ധിക്കണം, അത് റീറ്റെയിലിൽ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഇങ്ങനെ ഷിപ്പിംഗ് ഫ്രീ ആണെന്ന് പറയുമ്പം ഇപ്പോൾ വന്നിട്ട് ഒന്നുകൂടെ ചോദിക്കും നമ്മുടെ അടുത്ത് ഷിപ്പിംഗ് ഫ്രീ അല്ലേന്ന്. അപ്പോൾ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, ഹോൾസെയിലിന് ഷിപ്പിംഗ് ഫ്രീ അല്ല, റീറ്റെയിലിന് മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ സൗണ്ട് കൊടുത്തേക്കണ കേട്ട് ഇപ്പോൾ 1-2 പേര് നമ്മൾ എന്ത് പറ്റിയൊരു എനർജി കുറവാണല്ലോ എന്ന്. അപ്പോൾ എനർജി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെന്നിട്ടാണ് വീഡിയോയ്ക്ക് സൗണ്ട് ചെയ്തത്. അപ്പം അതിൻ്റേതായ ഒരു ടയർഡ്നെസ് എല്ലാം കൂടിയാണ് അങ്ങനെ ഒന്ന് പറ്റിയത്. അപ്പം ഇനി അത് പറ്റാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഡിസൈനൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വാട്സാപ്പിലൊക്കെ അറിയുക കേട്ടോ. ഹോൾസെയിലായിട്ട് വേണ്ടവർ വാട്സാപ്പിൽ ഇരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ഡിസൈൻസ് അതിനകത്ത് ചോദിച്ച് വാങ്ങിക്കുക. നമ്മൾ കാറ്റലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല, ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാത്തിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഡിസൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാനും ശ്രമിക്കണം. ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ് ഈ 3 വഴിയാണ് നമ്മൾ അയക്കുന്നത്. ബില്ല് നമ്മൾ ഇവിടുന്ന് സെയിൽ ഓർഡർ തന്നതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഐറ്റം ഇവിടെ നിന്ന് അയക്കുള്ളൂ. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഡിസൈൻസ് അല്ലാണ്ട് ഒരുപാട് ഡിസൈൻസൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 320 വേണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് മെസ്സേജ് ചോദിച്ചാൽ മതി. എല്ലാ ഡിസൈനും നിങ്ങൾക്ക് പറഞ്ഞ സമയം കൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഡിസൈൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ താമസിയാതെ തന്നെ ഡിസൈൻസ് റിട്ടേൺ അയച്ചു കൊടുക്കും. നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് റിട്ടേൺ അയച്ചു കൊടുക്കുക, ഒപ്പം അഡ്രസ്സും അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഈ 10 പീസാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 25 പീസ് എടുക്കാൻ എല്ലാവരും ട്രൈ ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ചാർജ് കുറവാണ് 25 പീസ് എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ബാക്കി നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഡിസ്ക്രിപ്ഷനൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേര് അജ്രക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അജ്രക്ക് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ പുതിയ ഡിസൈൻസൊക്കെ വരാണ്ട് അജ്രക്കിൻ്റെ. എല്ലാവരും ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഐറ്റം കിട്ടുമ്പോൾ നമുക്ക് നേരിട്ട് മില്ലിൽ നിന്ന് നേരിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചുമ്മാ അടുത്തുള്ള ഒരു ഹോൾസെയിൽ ഡീലറിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് വീഡിയോ ചെയ്ത് അങ്ങനെ ഒരു ഇത് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഐറ്റം എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് വരും, അജ്രക്ക് വരും. എല്ലാവരും ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നൈറ്റി വിത്ത് ഷാൾ ഇപ്പം എന്താ പറയുക, അവർ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുള്ളൂ. ഡിസൈൻസ് അപ്ഡേറ്റ് ആണനുസരിച്ച് നമ്മൾ അത് എടുത്ത് ചെയ്തിരിക്കും. അതൊക്കെ നമ്മളൊന്നും മറന്നു പോയിട്ടില്ല. ഒരുപാട് പേര് ഇന്നും എല്ലാ ദിവസവും 2-3 പേരൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമ്മൾ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഡിസൈൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോക്ക് ലൈക്കൊക്കെ തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. അതിൽ എന്താണ് കാര്യം എന്നുള്ളതും നമ്മളത് കമൻറ്റായിട്ട് പറയുക കേട്ടോ. പുതിയൊരു വീഡിയോയും ഡിസൈൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.